കരൾ, വൃക്ക, ഹൃദയം, ശ്വാസകോശം, കണ്ണ്. മരണത്തിന് ശേഷം നമുക്ക് മറ്റുള്ളവർക്ക് ദാനം ചെയ്യാൻ കഴിയുന്ന ചില അവയവങ്ങളാണിവ. നമ്മൾ മൂലം മറ്റൊരാൾ ജീവിക്കുക എന്നത് വലിയൊരു കാര്യമാണ്. അവയവദാനം ചെയ്യുന്ന ആൾ മരിച്ചതിന് ശേഷം ഹൃദയം ദാനം ചെയ്യേണ്ട സമയപരിധി 4 മുതൽ 6 മണിക്കൂർ വരെയാണ്. ഹൃദയത്തിന് 4 മണിക്കൂർ, കരളിന് മാക്സിമം 6 മുതൽ 12 മണിക്കൂർ വരെ, പാൻക്രിയാസിനും ഏകദേശം ഇതേ ടൈം ലിമിറ്റ് തന്നെ. കിഡ്നിക്ക് ഏകദേശം 24 മുതൽ 36 മണിക്കൂർ വരെ. ഈ സമയപരിധി കടന്നുപോയാൽ ഈ സമയത്ത് നമുക്ക് പിടിച്ചു വയ്ക്കാൻ കഴിയില്ല. അപ്പോൾ മരണത്തെ പിടിച്ചു വയ്ക്കാൻ സാധിച്ചാലും? വെൽക്കം ടു മോഷൻ ബുക്സ് ഈസി സ്റ്റഡി. കുറച്ചു മാസങ്ങൾക്ക് മുൻപ് അമേരിക്കയിലെ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് ഒരു 57-കാരന് പന്നിയുടെ ഹൃദയം കൊണ്ട് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയിരുന്നു. ഈ ശ്രമം വിജയകരമായി നടന്നുവെങ്കിലും 2 മാസത്തിന് ശേഷം അദ്ദേഹം മരിക്കുകയുണ്ടായി. എങ്കിൽ പോലും ഈ ഒരു നേട്ടത്തെ വലിയൊരു വഴിത്തിരിവായി ശാസ്ത്രലോകം കാണുന്നു. മനുഷ്യന്റേതല്ലാത്ത ഒരു ഹൃദയം മാറ്റിവെക്കാൻ സാധ്യതകളുള്ള ഈ ആധുനിക ലോകത്തിന് പല അത്ഭുതങ്ങളും നടത്താൻ കഴിയും. എന്തിനേറെ പറയുന്നു, മരണം സ്ഥിരീകരിച്ച ഒരു വ്യക്തിയുടെ അവയവങ്ങൾ തകരാറ് കൂടാതെ കുറച്ചധികം സമയം കൂടി സൂക്ഷിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാലും അത്ഭുതപ്പെടേണ്ടതില്ല. ശാസ്ത്രം ഒത്തിരി വളർന്നിരിക്കുന്നു. മരിച്ചു കഴിഞ്ഞതിന് ശേഷവും മരിച്ച വ്യക്തികളുടെ അവയവങ്ങൾ പ്രവർത്തനക്ഷമമാക്കി വെക്കാനുള്ള വിദ്യകൾ ഇപ്പോൾ കണ്ടുപിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. അടുത്തിടെ പബ്ലിഷ് ചെയ്ത നേച്ചർ മാഗസിനിലെ ഒരു റിസർച്ച് റിപ്പോർട്ട് പ്രകാരം മരണശേഷം ശരീരത്തിലേക്ക് എല്ലാ സെല്ലിനെയും പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ഫ്ലൂയിഡ് കടത്തിവിടുകയും ഇത് സെല്ലുകളുടെ നാശത്തെ തടുത്തു നിർത്തി അവയെ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യുന്നു. യേൽ സ്കൂൾ ഓഫ് മെഡിസിനിലെ ന്യൂറോ സയൻസ് റിസർച്ചറായ ഡേവിഡ് ആൻഡ്രൂജെവിക് പറയുന്നത് മരണം എന്നത് ഒറ്റയടിക്ക് നടക്കുന്ന ഒരു സംഭവമല്ല എന്നാണ്. അതായത് തലച്ചോറും മറ്റവയവങ്ങളും അധികം താമസമില്ലാതെ നശിച്ച് നമുക്ക് മരണം സംഭവിക്കും എന്നാണ് നാം കരുതിയിരിക്കുന്നത്. എന്നാൽ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചതിന് ശേഷവും ശരീരത്തിലെ ഓരോ ഓർഗൻസും ഓരോ സെൽസും നശിക്കുന്നത് ഒരു സീരീസ് ഓഫ് പ്രോസസ്സിലൂടെയാണ്. ഈ ഒരു ലോങ് പ്രോസസ് നടക്കുമ്പോൾ നമുക്ക് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായം ഉപയോഗിച്ച് ഈ പ്രക്രിയ തടയാനും പിടിച്ചു നിർത്താനും കഴിയും. യേൽ സ്കൂൾ ഓഫ് സയൻസിലെ ന്യൂറോ സയൻസ്, കമ്പാരേറ്റീവ് മെഡിസിൻ, ജനറ്റിക്സ് ആൻഡ് സൈക്കാട്രി എന്നീ വിഷയങ്ങളിൽ പ്രൊഫസറായ നീരജ് സേസ്ഥാൻ പറയുന്നത് മരണശേഷം ശരീരത്തിലെ ഓർഗൻസിന്റെ പ്രവർത്തനം തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞാൽ അവയവദാന മേഖലയിൽ അത് വലിയൊരു നേട്ടമാകുമെന്നാണ്. ഇതേ തുടർന്ന് യേൽ മെഡിസിൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മുൻകാല സ്റ്റഡീസിൽ സേസ്തനും സഹപ്രവർത്തകരായ സോണിമർ വേഴ്സിലിയ, തരസ് ലൈസി, പിന്നെ ഷുപ്പി ഷാങ് എന്നിവർ ചേർന്ന് കണ്ടുപിടിച്ചതാണ് ബ്രെയിൻ എക്സ്, അഥവാ മരണം സംഭവിച്ച ഒരു പന്നിയുടെ തലച്ചോറിന്റെ ചില സർക്കുലേഷൻസും പ്രത്യേകം ചില സർക്കുലർ ഫംഗ്ഷൻസും റീസ്റ്റോർ ചെയ്യാൻ കഴിയുന്ന സിസ്റ്റം. ഇതിൽ കുറച്ചുകൂടി മോഡിഫിക്കേഷൻ വരുത്തി ഇവർ കണ്ടുപിടിച്ചതാണ് ഓർഗൻ എക്സ്. ഇതിലൂടെ ഒരു പന്നിയുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ഓർഗൻസിന്റെയും പ്രവർത്തനത്തെ തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചു. അതായത് ഒരു ഹാർട്ട് സർജറി അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവയവങ്ങളുടെ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുമ്പോൾ ആ ഒരു അവയവം ശരീരത്തിൽ നിന്ന് മാറ്റിവെക്കപ്പെടുന്ന ആ കുറച്ചു നിമിഷങ്ങളിലേക്ക് ശരീരത്തിലെ മറ്റു പ്രവർത്തനങ്ങളെ അത് ബാധിക്കാതെ ഇരിക്കാൻ പുറത്തു നിന്നുള്ള മറ്റൊരു മെഷീനറി സിസ്റ്റത്തിന്റെ സഹായം ഡോക്ടർമാർ എടുക്കാറുണ്ട്. ഒരു ഹാർട്ട് അല്ലെങ്കിൽ കിഡ്നി എങ്ങനെ പ്രവർത്തിക്കുന്നോ അതുപോലെ തന്നെയാണ് ഈ ഉപകരണങ്ങളും പ്രവർത്തിക്കുക. അതേപോലെ തന്നെ ഈ ഓർഗനൈസ് സിസ്റ്റത്തിൽ ഇതുപോലെയുള്ള ജീവൻ നിലനിർത്തുന്ന എക്യുപ്മെന്റ്സ് കൂടാതെ ശരീരത്തിലെ സെൽസിൽ മറ്റ് ഇൻഫെക്ഷൻസോ ഇൻഫ്ലമേഷനുകളോ ഉണ്ടാകാത്ത രീതിയിൽ അവയെ സംരക്ഷിക്കാനും പ്രവർത്തനം ശരിയായി നടക്കാനും സഹായിക്കുന്ന ഒരു എക്സ്പെരിമെന്റ് ഫ്ലൂയിഡും അടങ്ങിയിരിക്കുന്നു. രക്തം കട്ടപിടിക്കാത്ത രീതിയിലുള്ള ആന്റി കോയാഗുലൻസും ഓർഗനൈസ് സിസ്റ്റത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നു. ഇവർ പരീക്ഷണത്തിനെടുത്ത പന്നിയിൽ അനസ്തേഷ്യ കൊടുത്തതിനു ശേഷം ഒരു കാർഡിയാക് അറസ്റ്റ് ഉണ്ടാക്കി. പന്നിക്ക് മരണം സംഭവിച്ചു എന്ന് ഉറപ്പാക്കിയതിനു ശേഷം 1 മണിക്കൂർ കഴിഞ്ഞാണ് റിസർച്ചേഴ്സ് ഓർഗൻ എക്സ് സിസ്റ്റം പന്നിയിൽ കണക്ട് ചെയ്യുന്നത്. ഏകദേശം 6 മണിക്കൂറുകൾക്ക് ശേഷം പന്നിയുടെ ശരീരത്തിലെ രക്തചംക്രമണവും മറ്റവയവങ്ങളുടെ പ്രവർത്തനവും പുനഃസ്ഥാപിക്കപ്പെട്ടതായി കണ്ടു. എന്നാൽ ഇതിനിടയ്ക്ക് പന്നിയുടെ തലച്ചോറിലെ വേവ്സിനെ പരിശോധിച്ചപ്പോൾ ഓർഗനെക്സ് ശരീരത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയ സമയങ്ങളിൽ ഒന്നിലും ഈ ജീവി കോൺഷ്യസ്നെസ് അഥവാ ബോധാവസ്ഥ തിരിച്ചെടുത്തായി പറയുന്നില്ല. അതായത് മരിച്ച അവസ്ഥയിൽ തന്നെയാണ് പന്നിയുടെ ഓർഗൻസിനെ പുനരുജ്ജീവിപ്പിച്ചത് എന്ന്. എന്നാൽ പരീക്ഷണം നടക്കുന്നതിനിടയ്ക്ക് പന്നിയുടെ തലയുടെയും കഴുത്തിന്റെയും ഭാഗത്ത് ചില അനക്കങ്ങൾ കണ്ടു. ഇതിലൂടെ ഓർഗൻസിന്റെ പ്രവർത്തനം മാത്രമല്ല ചില മോട്ടോർ ന്യൂറോൺസിന്റെ പ്രവർത്തനങ്ങളും ഓർഗനെക്സ് സംരക്ഷിച്ചെടുക്കുന്നുണ്ട് എന്ന് കണ്ടെത്തി. മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ പോലും ജീവനുള്ള അവയവങ്ങളുടെയും മരിച്ചതിന് ശേഷം ഓർഗനെക്സ് സിസ്റ്റത്തിലൂടെ പുനരുജ്ജീവിപ്പിച്ച അവയവങ്ങളുടെ ആന്തരിക ഘടനയിലും പ്രവർത്തനങ്ങളിലും വ്യത്യാസം കണ്ടെത്തുക എന്നത് പ്രയാസമാണെന്നും ഇവർ പറയുന്നു. ഇത് മനുഷ്യരിൽ അവയവങ്ങളുടെ ആയുസ് വർദ്ധിപ്പിക്കുകയും അവയവങ്ങൾ മാറ്റിവെക്കുന്നതിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഹൃദയാഘാതം ഉണ്ടാവുമ്പോൾ ബ്ലഡിന്റെ ലഭ്യതക്കുറവ് മൂലം കേടുപാടുകൾ സംഭവിക്കുന്ന അവയവങ്ങളോ ടിഷ്യൂകളോ ഇതുവഴി റീസ്റ്റോർ ചെയ്തെടുക്കാൻ കഴിയുമെന്നും ഇവർ കൂട്ടിച്ചേർത്തു. അവയവം എത്തിക്കാൻ വൈകുന്നതിലൂടെ പൊലിഞ്ഞു പോകുന്ന ഒത്തിരി ജീവനുകളുണ്ട്. ഇതിനെല്ലാം ഒരു പരിഹാരമായി ഈ ഓർഗനൈസ് സിസ്റ്റം മാറും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഇതുപോലെയുള്ള കൗതുകകരമായ വിവരങ്ങളും വീഡിയോകളും കൂടുതലായി അറിയുവാനും കാണുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.